ഹലോ, നമസ്കാരം. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് എക്സൈറ്റഡ് ആണ് കേട്ടോ, കാരണം ഞങ്ങൾ ഒരു യാത്ര പോവാണ്. ഹലോ, അപ്പോൾ നിങ്ങൾ കണ്ട പോലെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഒരു യാത്ര വന്നിരിക്കുകയാണ്. എല്ലാവരും കൂടി എന്ന് പറയുമ്പോൾ ഏട്ടൻ്റെ വീട്ടിലെ എല്ലാവരും ഉണ്ട്, ഒരുപാട് റിലേറ്റീവ്സ് ഉണ്ട്. എല്ലാവരും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഞങ്ങൾക്കിവിടെ ഒരു ബാംഗ്ലൂർ ഒരു മാരേജ് റിസപ്ഷൻ ഉണ്ട്, അപ്പോൾ അതിനായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്താണ് അവിടെ നിന്ന് ഞാൻ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചു, പക്ഷേ ഇന്നലെ നല്ല മഴയായിരുന്നു. ഞങ്ങൾ വരുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ, കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ഞങ്ങൾ കയറിയത്. അവിടെ നല്ല മഴയായിരുന്നു, അപ്പോൾ എടുക്കാൻ പറ്റിയില്ല. പിന്നെ കയറി കഴിഞ്ഞിട്ടും കുറച്ചധികം ആൾക്കാരുള്ളതുകൊണ്ട് എല്ലാം ഒന്ന് അറേഞ്ചായി, ഒന്ന് ഇരിക്കാനൊക്കെ കുറച്ച് സമയം എടുത്തു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്പം ഞങ്ങളിവിടെ കാലത്ത് ഇവിടെ എത്തി. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അവിടെ ഏട്ടൻ്റെ വീട്ടിൽ പോയിട്ട് ഞങ്ങളിവിടെ ഒരു വീടാണ്, അവിടെയാണ് ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത്. കുറേ പേരുണ്ട്, ഓരോരുത്തർ ഓരോ സ്ഥലത്തായിട്ടുണ്ട്. അപ്പം ഞങ്ങൾ നിൽക്കുന്നത് ഇപ്പം ഞാനിരിക്കുന്ന ഇവിടെയാണ് കേട്ടോ. ഞങ്ങൾ ഫ്രഷ് ആവാനും കാര്യങ്ങളൊക്കെ ഇന്ന് വൈകിട്ടാണ് റിസപ്ഷൻ. നാളെ വൈകിട്ട് ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് പോവുള്ളൂ. അപ്പോൾ മാരേജിൻ്റെ റിസപ്ഷൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ചെറിയൊരു വീഡിയോ എന്തായാലും വരികയല്ലേ, അപ്പോഴത്തെ വീഡിയോ ഒക്കെ എടുക്കണ്ടേ, ഇതാണല്ലോ നമ്മളൊരു ശീലം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. വൈകിട്ട് റിസപ്ഷൻ്റെ ഒക്കെ ഒന്ന് വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ഇനി അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല. കുറേ ആൾക്കാരൊക്കെ കാണുമ്പോൾ വീഡിയോ എടുക്കാൻ കുറച്ച് മടിയൊക്കെയാണ്. അപ്പോൾ പറ്റുകയാണെങ്കിൽ എന്തായാലും ഞാൻ എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഓക്കെ.
അപ്പോൾ വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ, ലൈക്കൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ എന്തായാലും പോകുന്ന വഴിയിൽ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. പോണ വഴിയിലുള്ള കാഴ്ചകളൊക്കെ കാണിക്കാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം ഞങ്ങൾ ബാംഗ്ലൂരൊന്ന് കറങ്ങിത്തിരിക്കാമെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും കൂടി ഒരുമിച്ചിറങ്ങി. ഞങ്ങൾ ആദ്യം പോയത് ഇസ്കോൺ ടെമ്പിളിലേക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ മുൻപ് 1-2 തവണ അവിടെ പോയിട്ടുണ്ട്. അപ്പോൾ പോയപ്പോൾ ഞങ്ങൾ കയറി തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് മുൻപ് പോയ ആൾക്കാർ ഇതാ തിരിച്ചു വരുന്നു. നല്ല തിരക്കാണ്. നമ്മളവിടെ കയറി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചിറങ്ങാൻ ബുദ്ധിമുട്ടായിരിക്കുന്നു കരുതിയിട്ട് അപ്പം ഞങ്ങളവിടെ കയറൊന്നും ചെയ്യാതെ തിരിച്ചിങ്ങോട്ട് തന്നെ പോന്നു. പിന്നെ ഞങ്ങൾ നേരെ പോയത് ഫുഡ് കഴിക്കാനാണ് എംപയർ ഹോട്ടലിലേക്ക്. നമ്മൾ സത്യം പറഞ്ഞാൽ ഈ വാഹനം പോകുന്ന വഴിയും ഈ വാഹനം കൂടി കണ്ടത് ഇത് കൂടെ പോകുമെന്ന് തോന്നും. അങ്ങനത്തെ വഴി കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. പല സ്ഥലത്തും നമ്മൾ പോയപ്പോൾ വഴിയൊക്കെ ബ്ലോക്കായിരുന്നു. അവിടുന്ന് പിന്നെയും തിരിച്ച് അപ്പുറത്ത് ഏത് കൂടെയൊക്കെയോ അങ്ങനെ കുറേ കറങ്ങി തിരിച്ചാണ് നമ്മൾ ഹോട്ടലിലെത്തിയത്. അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് നമ്മളെല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി. നമ്മൾ പിന്നെ പോയത് ലാൽബാഗിക്കാണ്. അപ്പോൾ അവിടെ പോയി ടിക്കറ്റ് എടുക്കാനാകുമ്പോഴത്തേക്ക് അവിടെ എത്തുമ്പോഴത്തേക്കേ മഴയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊന്നും എടുത്തില്ല. കാരണം മഴ ആയതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ ആയിട്ട് ഇറങ്ങുമ്പോഴും നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അവിടെ ഇറങ്ങിയില്ല, ടിക്കറ്റും എടുത്തില്ല. ഞങ്ങൾ അവിടെ നിന്ന് അതുപോലെ തന്നെ ഞങ്ങൾ കറങ്ങിയിട്ട് അവിടെ നിന്ന് തിരിച്ചു വരികയാണ് ഉണ്ടായത്. ഇറങ്ങാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല, മഴ ചതിച്ചു. അപ്പോൾ കുട്ടികൾക്ക് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു എന്തായാലും. പക്ഷേ ഞങ്ങൾക്ക് അവിടെ കാണാൻ പറ്റിയില്ല എന്നുള്ളതാണ് സത്യം. അപ്പം ഞങ്ങൾ അവിടെ ഇറങ്ങാതെ തിരിച്ചു വന്നു. പിന്നെ അങ്ങനെ വന്ന് പിന്നെ നെക്സ്റ്റ് നമ്മൾ പോണത് വിധാൻ സൗധ കാണാനാണ് കേട്ടോ പോണത്. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ വിധാൻ സൗധ പോയി. അവിടെ പോയി പിന്നെന്താ, അവിടെ ഫ്രണ്ടിൽ പോയി നിൽക്കുക, കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുക, അതന്നെ. അങ്ങനെ അതെല്ലാം സാധിച്ചു. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ വാഹനത്തിലിരുന്ന് ഞങ്ങൾ ബാംഗ്ലൂർ നന്നായിട്ട് കറങ്ങി, അതാണ് ഉണ്ടായത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.